പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള ജനമുന്നേറ്റ യാത്രയിൽ പങ്കെടുത്ത മാർ ജോർജ് പുന്നക്കോട്ടിൽ, ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA തുടങ്ങി 23 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. വനം ഭൂമിയിൽ അതിക്രമിച്ചു കടന്ന് നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. വനം വകുപ്പിന്റെ നടപടിയിൽ കോതമംഗലം രൂപതയും കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധിച്ചു. പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പൂയംകൊട്ടിയിൽ ജനമുന്നേറ്റ യാത്ര നടത്തിയത്. കോതമംഗലം രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA തുടങ്ങിയ ജനപ്രതിനിധികളും നേതൃത്വം നൽകിയ യാത്രയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്നു. വനം വകുപ്പ് അടച്ചിട്ടിരുന്ന റോഡ് ബലമായി തുറന്ന് 1 കിലോമീറ്ററോളമാണ് ഇവർ സഞ്ചരിച്ചത്. ഈ സംഭവത്തിലാണ് വനം വകുപ്പ് കേസെടുത്തത്. വനം ഭൂമിയിൽ അതിക്രമിച്ചു കയറിയെന്നും നാശനഷ്ടമുണ്ടാക്കിയെന്നുമാണ് കേസ്. മാർ പുന്നക്കോട്ടിൽ MP, MLA തുടങ്ങി 23 പേരാണ് വനം വകുപ്പ് കേസിലെ പ്രതികൾ. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ രൂക്ഷമായി പ്രതികരിച്ചു. ജനശബ്ദം ഇല്ലാതാക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് കേസെന്നും ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വനം വകുപ്പിന് യാതൊരു അവകാശവുമില്ലാത്ത റോഡിലൂടെയാണ് ജനം സഞ്ചരിച്ചത്. ആരും വനത്തിൽ കടന്നു കയറുകയോ നാശനഷ്ടമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വനം വകുപ്പിന്റെ നീക്കം തീക്കളിയാണെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്. മാർ പുന്നക്കോട്ടിലിനെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും എടുത്തിട്ടുള്ളത് കള്ളക്കേസാണ്. ഒരു അവകാശവുമില്ലാത്ത റോഡ് കയ്യേറി വനം വകുപ്പാണ് ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കേസ് പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്ന് രൂപത ഡയറക്ടർ റവറൽ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, പ്രസിഡന്റ് സണ്ണി കടുത്താഴെ എന്നിവർ മുന്നറിയിപ്പ് നൽകി. GTV ന്യൂസ്, കോതമംഗലം.